അപ്പൊ എല്ലാവരും റെഡി ആയിട്ടിരിക്കുക. നമ്മുടെ സ്വാലിഹ് ബദരീങ്ങളുടെ ആണ്ടിന് നേർച്ചയ്ക്ക് വേണ്ടിയിട്ടുള്ള അവർ തെളിവ് കൊണ്ടുവന്നിട്ടുണ്ട്. എല്ലാം ശ്രദ്ധിച്ചിരിക്കാം. ഒന്നാമത്തെ തെളിവ് പറയട്ടെ. മനസ്സിലാക്കണം, നിങ്ങളല്ല വിശദീകരണമല്ല വേണ്ടിയ. ഞങ്ങൾ നടത്തുന്ന പരിപാടിക്ക് ഞങ്ങൾ പറയും ഞങ്ങൾ എന്താ നടത്തുന്നത് കേട്ടോ. പദ്യമായിട്ടോ ഗദ്യമായിട്ടോ പദ്യഗദ്യ സമ്മിശ്രമായിട്ടോ മുൻ കഴിഞ്ഞ മഹാന്മാരെ അമ്പിയാക്കളെ ഔലിയാക്കളെ പുകഴ്ത്തുക. ഇത് ഖുർആനിൽ മദ്ഹ് പറയുന്നതിലോ അത് പ്രചരിപ്പിക്കുന്നതിലോ പാടുന്നതിലോ നമുക്ക് തർക്കമില്ലല്ലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മദ്ഹ് പറയാറുണ്ട്, പാടാറുണ്ട്. അതൊക്കെ ഉള്ളതായിരിക്കണമെന്ന് മാത്രമേ ഉള്ളൂ. അതാണ് തെളിവ്. അല്ല, ആണ്ട് കാഴ്ചക്കുള്ള തെളിവ് പറയും. രണ്ടാമത്തെ തെളിവ് പറഞ്ഞോളി. രണ്ടാമത് ഭക്ഷണം കൊടുക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഒരു സ്വഹാബി എന്ന് ചോദിക്കുന്നുണ്ട്, എന്റെ ഉമ്മ മരിച്ചിട്ട് ഞാൻ എന്താ ചെയ്യേണ്ടത്? മുത്തനബി പറഞ്ഞ എന്താ അറിയോ? വെള്ളം കൊടുക്കുക. ഒരാള് മരണപ്പെട്ടതിനാല് അയാൾക്ക് വേണ്ടി ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യത്തില് സ്വതക്ക നല്ലതാണ്. റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചാണ്. സ്വതക്ക മാത്രമല്ല, അയാൾക്ക് വേണ്ടിയിട്ടുള്ള കടം നമുക്ക് വീട്ടാം. നോമ്പും അതുപോലെ ഹജ്ജും ഉംറയും ചെയ്യാമെന്ന് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നുണ്ട്. ഇത് നമുക്ക് തർക്കമില്ലല്ലോ. ഇത് വഫാത്തായ സമയത്ത് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഖദീജാബിന്റെ മദ്ഹ് പറയുകയും ഖദീജാബിക്ക് വേണ്ടി ആടിനറുത്ത് അവരുടെ വേണ്ടപ്പെട്ടവരെ പോയി സന്തോഷിപ്പിക്കുക, അവർക്ക് റെസ്പെക്ട് ചെയ്യാം എന്നുള്ളത് സുന്നത്തിൽപ്പെട്ടാണ്. അത് നമുക്ക് തർക്കമില്ലല്ലോ. ബദരീങ്ങളുടെ ആണ്ടിനുള്ള തെളിവ് എന്തിയെ? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയും സ്വഹാബത്തും അങ്ങനെ 300 ആൾക്കാര് ബദറിലേക്ക് പോയി പോരാടി 14ഓളം ആളുകൾ ഷഹീദായി. ആ 14ഓളം ആളുകൾ ഷഹീദായതിനു ശേഷം എല്ലാ 17നും, റമദാനിലാണല്ലോ, എല്ലാ 17നും റസൂലോ സ്വഹാബത്തോ ആ ബദരീങ്ങൾക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു കാര്യം ചെയ്തിട്ടുണ്ടെങ്കിൽ അതാണ് ദലീല്. അതല്ലാതെ എങ്ങനെയാണ് തെളിവാകുക? ഈ ഒരു 3 കാര്യം, വ്യത്യസ്തപരമായിട്ടുള്ള 3 കാര്യങ്ങൾ ഒരു ദിവസം ഒരുമിപ്പിച്ചുകൊണ്ട് ചെയ്യിക്കാനുള്ള പെർമിഷൻ സ്വാലിഹ് നിനക്കാരെ തന്നെ? നിനക്ക് വഹി ഇറങ്ങുന്നുണ്ടോ? റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കാത്ത ഒരു കാര്യം പല കാര്യങ്ങളും ഒരുമിപ്പിച്ചുകൊണ്ട് ഒരു പ്രത്യേക ആചാരമായി കൽപ്പിക്കുന്ന എന്താണ്? അത് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കാത്ത കാര്യം കടത്തിക്കൂട്ടിലല്ലേ? ഇപ്പൊ നിസ്കാരം മദ്ഹ് പറയലൊക്കെ നല്ല കാര്യമാണ്. ഇപ്പൊ നിസ്കാരത്തിന്റെ കൂടെ ഒരു റുക്കൂവിന് ശേഷം കുറച്ചങ്ങ് മദ്ഹ് ചൊല്ലാമെന്ന് വിചാരിച്ച് ശരിയാവോ? ഇല്ലല്ലോ. കൃത്യമായി ഇബാദത്തുൽ അല്ലാഹു സുബ്ഹാനഹു പഠിപ്പിച്ചിട്ടുണ്ട്. എണ്ണവും വണ്ണവും എപ്പ ചൊല്ലണം എപ്പ ചൊല്ലണ്ടെന്ന് കൃത്യമായിട്ട് പറഞ്ഞിട്ടില്ലേ? നിങ്ങൾ മദ്ഹ് എന്ന് പറഞ്ഞ ഒരുപാട് കാര്യങ്ങളുണ്ടല്ലോ. ആ ബദർമാലയുടെ അർത്ഥം മനസ്സിലാക്കിയാൽ ആളുകൾ ചിലപ്പോൾ നിങ്ങൾ അടിക്കാൻ വരും. കാരണം എന്താ അറിയോ? അതിൽ കൃത്യമായിട്ട് ശിർക്കും അതുപോലെ ആ ബദരീങ്ങൾ പറയാത്ത, ബദരീങ്ങൾ പഠിപ്പിക്കാത്ത, ബദരീങ്ങളുടെ വിശ്വാസത്തിലില്ലാത്ത പല കാര്യങ്ങൾ കടത്തിക്കൂട്ടിയിട്ട് ആളുകളെ പഴപ്പിച്ചുകൊണ്ട് ഇങ്ങനെ മദ്ഹ് ചൊല്ലിക്കാണ്. സുബ്ഹാനല്ലാഹ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഇത്തരം തലയെക്കെട്ടുകാര് നമ്മളെ നരകത്തിലേക്കുള്ള വഴിയാണ് തുറന്നു തന്നത്. റസൂലിന്റെ സ്വഹാബത്തിനൊന്നും പരിചയമില്ല. ഈ ആണ്ട് നിറച്ചിയൊന്നും റസൂലിന്റെ സ്വഹാബത്തിന് പരിചയമില്ല. അതുകൊണ്ട് ഇത്തരം ആളുകളെ ശ്രദ്ധിക്കുക. നമ്മുടെ റമദാനില്, പുണ്യങ്ങളുടെ പൂക്കാലമായി റമദാനില് നമ്മുടെ ഇബാദത്തുകളെ നശിപ്പിക്കാനായിട്ട് ആ നരകത്തിലേക്ക് നമ്മൾ എത്തിക്കാനുള്ള വഴിയാണ് ഇവ ഒരുക്കുന്നത്. അതുകൊണ്ട് കരുതിയിരിക്കുക ഇവരെ.